ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഒരു ആധിപത്യ വിജയം സ്വന്തമാക്കിയതോടെ CPM എന്ന പാർട്ടിക്കെതിരെയും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കെതിരെയും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന തിരക്കിലാണ് കേരളത്തിലെ കോൺഗ്രസ് ലീഗ് അണികൾ. ഇതിൽ ലീഗ് അണികളുടെ കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാര്യം കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലെ CPMന്റെ MP-യെ കുറിച്ച് ലീഗ് അണികൾ പ്രചരിപ്പിക്കുന്ന ഒരു വ്യാജ വാർത്തയെക്കുറിച്ചുള്ള വീഡിയോ പ്രസ് വൺ TV തന്നെ ചെയ്തിരുന്നു. അതിൽ ലീഗ് അണികൾ പ്രചരിപ്പിച്ചത് രാജസ്ഥാനിൽ നിന്നും വിജയിച്ച CPMന്റെ MP BJP-യിൽ ചേരാൻ പോകുന്നു എന്നാണ്. ഇത് പ്രചരിപ്പിക്കാനായി അവർ ഉപയോഗിച്ച ചിത്രം തന്നെ വഡോദര എന്ന BJP-യുടെ ഗുജറാത്തിലെ ലോക്സഭാ മണ്ഡലത്തിലെ ഒരു BJP MP-യുടെ ചിത്രമാണ്. എന്തായാലും ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും വലിയ രീതിയിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന തിരക്കിലാണ് കേരളത്തിലെ ലീഗ് പ്രവർത്തകർ. അതിൽ എടുത്തു പറയേണ്ട ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് വഹാബ് സഖ്വാഫി മമ്പാട് എന്ന അക്കൗണ്ടാണ്. ആ അക്കൗണ്ടിലൂടെ വലിയ രീതിയിൽ പിണറായി വിജയനെതിരെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ കാർഡ് എന്ന രൂപേണ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെ ഇപ്പോൾ അതിലൊരു വ്യാജ വാർത്ത തങ്ങളുടേതല്ല എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ പ്രചരിക്കുന്ന ആ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ വ്യാജ കാർഡാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ആ കാർഡിൽ പറയുന്നത് മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ, കോൺഗ്രസിന് ക്ഷണമില്ല, പങ്കെടുക്കുമെന്ന് പിണറായി, കേരളത്തിൽ നിന്ന് ക്ഷണം പിണറായി വിജയന് മാത്രം. പ്രത്യക്ഷത്തിൽ കാണുന്ന ആർക്കും സത്യമെന്ന് തോന്നുന്ന രീതിയിൽ അത്ര കൃത്യമായി നിർമ്മിച്ച ഒരു വ്യാജ കാർഡാണത്. ഇതിന്റെ വസ്തുത എന്താണെന്നാൽ കേരളത്തിൽ പിണറായി വിജയനും ഗവർണറും അടക്കം 115 പേർക്കാണ് സത്യപ്രതിജ്ഞയിലേക്ക് ക്ഷണമുള്ളത്. അതിൽ BJP നേതാക്കൾ ഉൾപ്പെടുന്നുണ്ട്, BJPയുടെ പ്രവർത്തകരിൽ ചിലർ ഉൾപ്പെടുന്നുണ്ട്, അവരുടെ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെ 115 പേർക്ക് കേരളത്തിൽ നിന്നും ക്ഷണമുണ്ട്. ഇനി കോൺഗ്രസിന് ക്ഷണമില്ല എന്ന ഈ കാർഡ് പറയുന്നത്, പക്ഷെ വസ്തുത എന്തെന്നാൽ കോൺഗ്രസ് നേതാക്കൾക്കും ക്ഷണം ലഭിച്ചു കഴിഞ്ഞു. അതിൽ മല്ലികാർജുന ഖാർഗെ, ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജുന ഖാർഗെ പങ്കെടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഈ വസ്തുതകളെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് പിണറായി വിജയനെതിരെ ഒരു സംഘടിത ആക്രമണം തന്നെ സൈബർ ഇടങ്ങളിൽ ലീഗ് പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലീഗ് പ്രവർത്തകർ വലിയ ആവേശത്തോടെ പറയുന്ന ഒരു കാര്യമുണ്ട്: CPM കേരളത്തിൽ തകർന്നടിഞ്ഞു, കോൺഗ്രസ് ഉത്തരേന്ത്യയിൽ ഉയർത്തെഴുന്നേറ്റു എന്നാണ്. അവർ പറയുന്നത് ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് ഒരു ആധിപത്യ വിജയം തന്നെ പലയിടത്തും സ്വന്തമാക്കി എന്നാണ്. എന്നാൽ ഇത് വസ്തുതകൾക്ക് നിരക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ പരിശോധിക്കുമ്പോൾ കോൺഗ്രസിന് ആകെ മുന്നേറ്റമുണ്ടാക്കാനായ ഉത്തരേന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിൽ കോൺഗ്രസ് അല്ല പ്രധാന കക്ഷി, സമാജ്വാദി പാർട്ടിയാണ് പ്രധാന കക്ഷി. എന്നാൽ കോൺഗ്രസും BJPയും നേർക്കുനേർ പോരാട്ടം നടത്തുന്ന 4 ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും, ഹിന്ദി ബെൽറ്റിലെ 4 സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് കനത്ത തിരിച്ചടിയാണ് ഇത്തവണയും ഏറ്റുവാങ്ങിയത്. അതിൽ 2 ഉള്ള സീറ്റും കൂടി കോൺഗ്രസിന് നഷ്ടപ്പെട്ടു എന്നതാണ് വസ്തുത. അതിന് ഏറ്റവും നല്ല ഉദാഹരണമായി പറയാൻ കഴിയുന്നത് ഒന്ന് മധ്യപ്രദേശാണ്. മധ്യപ്രദേശിൽ 29 ലോക്സഭാ സീറ്റുകളാണുള്ളത്. കഴിഞ്ഞ തവണ 2019 28 BJPയും 1 കോൺഗ്രസുമാണ് വിജയിച്ചതെങ്കിൽ ഇത്തവണ 29 BJP വിജയിക്കുന്ന കാഴ്ചയാണ് രാജ്യം കണ്ടത്. അതിൽ ഒരു സീറ്റ് ഉണ്ടായിരുന്ന ആ ഒരു സീറ്റ് പോലും കോൺഗ്രസിന് നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് മധ്യപ്രദേശിലുണ്ടായത്. മധ്യപ്രദേശിൽ മറ്റ് സഖ്യകക്ഷികൾ പോലുമില്ല. BJPയും കോൺഗ്രസും നേർക്കുനേരാണ് പോരാടുന്നത്. എന്നിട്ട് പോലും ഒരു സീറ്റ് നഷ്ടപ്പെടുകയാണ് കോൺഗ്രസിന് അവിടെ ചെയ്തത്. അല്ലാതെ കോൺഗ്രസ് ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നില്ല. ഇനി മറ്റൊരു സംസ്ഥാനമായ ഛത്തീസ്ഗഡ്, കഴിഞ്ഞ വർഷം വരെ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സംസ്ഥാനമായ ഛത്തീസ്ഗഡിലെ അവസ്ഥ എന്താണെന്ന് പരിശോധിച്ചാലോ, 2019 ഛത്തീസ്ഗഡിൽ 9 സീറ്റുകളിലാണ് BJP ജയിച്ചത്, 2 സീറ്റിൽ കോൺഗ്രസും. ഇത്തവണ 10 സീറ്റിൽ BJPയും 1 സീറ്റിൽ കോൺഗ്രസും എന്നതാണ് അവസ്ഥ. ഇത് തന്നെയാണ് ഗുജറാത്തിലെയും അവസ്ഥ. ഗുജറാത്തിൽ പിന്നെ ആം ആദ്മി പാർട്ടിയുടെ സഖ്യം ഉള്ളത് കൊണ്ട് 1 സീറ്റിൽ ജയിക്കാൻ, 26-ൽ 1 സീറ്റിൽ ജയിക്കാൻ കോൺഗ്രസിന് സാധിച്ചു. ഭേദപ്പെട്ട പ്രകടനം കോൺഗ്രസ് ആകെ പുറത്തെടുത്തത് രാജസ്ഥാനിൽ മാത്രമാണ്. രാജസ്ഥാനിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 2 പ്രധാനപ്പെട്ട സഖ്യകക്ഷികളുണ്ടായിരുന്നു. ഒന്ന് CPM എന്ന പാർട്ടി, 2 ഭാരത് ട്രൈബൽ പാർട്ടി. ഈ 2 പാർട്ടികളുടെ സഖ്യം ഉള്ളതുകൊണ്ട് ഒരു മെച്ചപ്പെട്ട പ്രകടനം രാജസ്ഥാനിൽ കാഴ്ചവെക്കാൻ കോൺഗ്രസിന് സാധിച്ചു. ഇതൊഴിച്ചു നിർത്തിയാൽ ബാക്കി 3 സംസ്ഥാനങ്ങളിലും തിരിച്ചടികൾ മാത്രമാണ് കോൺഗ്രസിന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഈ കോൺഗ്രസ് ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാണ് ഇപ്പോൾ ലീഗ് പ്രവർത്തകർ അമിതാവേശം കൊള്ളുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും
ലീഗ് പ്രവർത്തകർ വലിയ രീതിയിൽ CPM-നെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ക്ഷണം ലഭിച്ച ഏക മലയാളിയാണ് എന്ന ലീഗ് പ്രവർത്തകരുടെ പ്രചരണം വസ്തുതകൾക്ക് നിരക്കുന്നതല്ല എന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്.